മാനത്തേക്ക് ഒരു കിളിവാതിലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് അതിൻ്റെ 79ാമത്തെ ഭാഗമാണ്. ഏതാണ്ട് ഒരു 21 ഭാഗങ്ങൾ കൂടെ കഴിഞ്ഞാൽ നമ്മൾ 100 തികക്കും. തികക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല, പരിശ്രമിക്കാം. ഏതായാലും ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് രാശിചക്രത്തിലെ 3ാമത്തെ ഗണത്തെയാണ്. അത് ജെമിനി എന്നാണ് ആ ഗണത്തിൻ്റെ പേര് ലാറ്റിൻ ഭാഷയിൽ. മലയാളത്തിൽ മിഥുനം എന്ന് പറയും. വളരെ പ്രശസ്തമായൊരു ഗണമാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മിഥുന മാസം പ്രത്യേകിച്ചും ഭാരതീയർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു മാസമാണ്. നല്ല മഴക്കാലം, മഴക്കാലത്തിൻ്റെ തുടക്കം. അതുകൊണ്ട് തന്നെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിക്കുന്ന വർഷം, അതായത് മഴക്കാലത്തിൻ്റെ തുടക്കമായതുകൊണ്ട് തന്നെ കാർഷിക വൃത്തികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് മിഥുനമാസം, പ്രത്യേകിച്ചും കേരളീയർക്ക്. മാത്രമല്ല അതിന് ജ്യോതിശാസ്ത്രപരമായിട്ടും പ്രാധാന്യമുണ്ട്. ആദ്യത്തെ ഇരട്ട നക്ഷത്രങ്ങളിലെ കണ്ടുപിടിച്ചത് ജെമിനി ഗണത്തിലെ കാസ്റ്ററിനെയാണ്. കാസ്റ്റർ എന്ന നക്ഷത്രം ആദ്യകാലങ്ങളിൽ ഒറ്റ നക്ഷത്രമായിരുന്നു എന്ന ധാരണയാണ് ഉണ്ടായിരുന്നു. ആ ധാരണയ്ക്ക് വിപരീതമായി അതൊരൊറ്റ നക്ഷത്രമാണ് എന്ന ധാരണയ്ക്ക് വിപരീതമായി ഇരട്ടയാണെന്ന് കണ്ടുപിടിച്ചത് 17ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ എന്തുകൊണ്ടും പ്രാധാന്യമുള്ളൊരു ഗണം. മേടം ആദ്യത്തെ ഗണം, രണ്ടാമത്തേത് ഇടവം, മൂന്നാമത്തേത് മിഥുനം. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം പറയാൻ പോകുന്നത് ഈ മിഥുനം ഗണത്തെ പറ്റിയാണ്. മിഥുനം ഗണം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഏതാണ്ട് ഡിസംബർ മാസം ആകുമ്പോഴേക്കും അത് കിഴക്കേ ആകാശത്ത് ഉദിച്ചുയരാൻ തുടങ്ങും. കിഴക്കേ ആകാശത്ത് ഉദിച്ചുയരുന്ന ആ നക്ഷത്രഗണത്തിനെ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം അതിലെ പ്രധാനപ്പെട്ട 2 നക്ഷത്രങ്ങൾ തന്നെയാണ്. ജെമിനി എന്ന വാക്കിൻ്റെ അർത്ഥം ലാറ്റിൻ ഭാഷയിൽ ഇരട്ടകൾ എന്നാണ്. അതൊക്കെ നമുക്കിവിടെ വിശദീകരിക്കാം. ആ 2 നക്ഷത്രങ്ങൾ അടുത്തടുത്തായി കണ്ടാൽ തീർച്ചയാക്കുക അത് ജെമിനിയാണെന്ന്. അതുകൊണ്ട് തന്നെ അതിനകത്തെ 2 നക്ഷത്രങ്ങൾ കഴിഞ്ഞാൽ ഏതാണ്ട് 63ഓളം മറ്റ് നക്ഷത്രങ്ങളുണ്ട്. പ്രധാനപ്പെട്ട നക്ഷത്രങ്ങൾ നൂ ജെമിനി വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ചെറുതാണ്, വളരെ മങ്ങിയ നക്ഷത്രങ്ങളാണ്, കാണുക പ്രയാസമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ഒരു സവിശേഷത, ബാബിലോണിയക്കാർ ആദ്യം ഈ നക്ഷത്രത്തെ പരിചയപ്പെട്ടപ്പോൾ, ഈ ഗണത്തെ പരിചയപ്പെട്ടപ്പോൾ അത് അവരുടെ പ്രധാനപ്പെട്ട 2 ദൈവങ്ങളായിരുന്നു. പക്ഷേ അത് ഗ്രീക്കുകാരിലെത്തുമ്പോഴേക്കും 2 ഇരട്ട ചെറുപ്പക്കാരായി. പല സംസ്കാരങ്ങളിലും അവയെ യുവമിഥുനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത്, യുവമിഥുനങ്ങൾ. അതായത് ഇണപരിയാത്ത ഒരു ഭാര്യയും ഭർത്താവും, ആ രീതിയിൽ. അങ്ങനെയാണ് ഈ ഗണത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഗണത്തിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ അവതരണം. ഇതിൽ ചില പ്രധാനപ്പെട്ട വിദൂര വസ്തുക്കളുണ്ട്. അതിൽ ഒന്നാണ് ഒരു മനോഹരമായ ഒരു നെബുല, ലയൺ നെബുല എന്നും പിന്നെ മറ്റ് പല പേരുകളും അറിയപ്പെടുന്ന ആ നെബുല പ്രധാനപ്പെട്ട നെബുലയാണ്. അത് കാണണം, മനോഹരമായ കാഴ്ചയാണ്. ഭൂമിയിൽ കാണാത്ത രീതിയിലുള്ള സുന്ദരമായ വസ്തുക്കൾ ആകാശത്തുണ്ട്. അത് കാണണമെങ്കിൽ വാനനിരീക്ഷകർക്ക് സാധ്യമാണ്. നല്ല ഒരു ടെലിസ്കോപ്പും ഒരു ക്യാമറയും ഉണ്ടെങ്കിൽ ഈ വസ്തുക്കളെ ഫോട്ടോ എടുത്ത്
അതിനെ പറ്റിയ ധാരാളം സോഫ്റ്റ്വെയറുകൾ ഇന്നുണ്ട്, അവൈലബിളാണ്. ഫോട്ടോ എടുത്ത് നമുക്ക് കാണിക്കാൻ പറ്റും. മാത്രമല്ല, ആകാശവസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിൽ വളരെയധികം പ്രസിദ്ധമായ പല സമ്മാനങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ അതിമനോഹരമായ വസ്തുക്കളെ, നെബുലകളെയും 2-3 തുറന്ന വൃന്ദങ്ങൾ കൂടെ അതിലുണ്ട്, ഓപ്പൺ ക്ലസ്റ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെ കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ജെമിനിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. മാനത്തേക്കൊരു കിളിവാതിൽ, ഭാഗം 79. ഇന്നത്തെ രാശി ജെമിനി രാശിയാണ്. മലയാളത്തിൽ മിഥുനം എന്ന് പറയും. അതായത് രാശിചക്രത്തിലെ 1-ാം രാശി മേടമാണല്ലോ. മേടം കഴിഞ്ഞ് ഇടവം കഴിഞ്ഞ് 3-ാമത്തെ രാശിയായ മിഥുനം രാശിയെ പറ്റിയാണെന്ന് പറയാൻ പോകും. ജെമിനി എന്ന വാക്കിന്റെ അർത്ഥം ലാറ്റിൻ ഭാഷയിൽ ഇരട്ട എന്നാണ്. അപ്പൊ ഇരട്ടകളുടെ ചിത്രമുണ്ട് ഇതിനകത്ത്. ഇവിടെ തന്നെ കാണാം നിങ്ങൾക്ക് ചിത്രം. 2 പേര്. ഉത്തര ഖഗോളത്തിൽ രാശിചക്രത്തിൽ ഉൾപ്പെടുന്ന 3-ാമത്തെ രാശിയാണ് ജെമിനി. ലാറ്റിൻ ഭാഷയിലും മലയാളത്തിൽ മിഥുനം എന്നും അറിയപ്പെടുന്ന ഈ നക്ഷത്രഗണം. ഗ്രീക്ക് ജ്യോതിശാസ്ത്രജ്ഞൻ ടോളമി 3-ാം നൂറ്റാണ്ടിൽ തന്റെ അൽ മജസ്റ്റി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ 48 ഗണങ്ങളിലൊന്നാണ് ജെമിനി. ആ 48 ഗണങ്ങളിൽ ഉൾപ്പെടുത്തിയ രാശികളും പിന്നെ പല വാനനിരീക്ഷകരും പല സംസ്കാരങ്ങളിലും നിരീക്ഷിച്ച് ആകാശത്തെ രേഖപ്പെടുത്തിയ സാങ്കല്പിക ചിത്രങ്ങളും ഒക്കെ കൂടെ പിൽക്കാലത്ത് വലിയ പ്രയാസമുണ്ടാക്കി വാനനിരീക്ഷകർ. കാരണം ഓരോ വ്യത്യസ്ത സംസ്കാരങ്ങളിലും ഈ നക്ഷത്രങ്ങളെ കൂട്ടിയോജിപ്പിച്ച് അവർക്ക് കൊടുത്ത പേരൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യക്കാര് ഉത്തര ഖഗോളത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട രാശിയെ കണ്ടെത്തിയിട്ടുണ്ട്. ആ രാശിക്ക് അന്ന് കൊടുത്തിരിക്കുന്ന പേര് ഇന്ത്യയിലെ ജ്യോതിഷ ഗോത്രങ്ങളുടെ പേരാണ്. 7 ജ്യോതിഷ ഗോത്രങ്ങളുടെ പേര് സപ്തർഷികൾ. അതേസമയത്ത് അതിന് ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ഒക്കെ കൊടുത്ത പേര് ബിഗ് ഡിപ്പർ എന്നാണ്. ബിഗ് ഡിപ്പർ അല്ലെങ്കിൽ ബിഗ് ബീർ, വൻകരടി എന്ന പേര്. കുറച്ച് കൂടുതൽ നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നത് ശരി തന്നെ. അതേപോലെ പല സംസ്കാരങ്ങളിൽ ചൈനക്കാർ രേഖപ്പെടുത്തി വെച്ച ഉത്തര ഖഗോളത്തിലെ നക്ഷത്രങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ പേരുകളാണ്. അവർ ചില വലിയ ഗണങ്ങളെ വ്യത്യസ്തമായി 4ഓ 5ഓ ഗണങ്ങളാക്കിയൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പിൽക്കാലത്ത് ജ്യോതിശാസ്ത്രം വികസിച്ചു വന്നപ്പോൾ വലിയ സങ്കീർണതകൾ ഉണ്ടാക്കിയത് കൊണ്ട് 1920കളിൽ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ എന്ന സംഘടന രൂപപ്പെടുത്തിയ കാലങ്ങളിൽ ഈ നക്ഷത്രഗണങ്ങളെ ഏകീകരിക്കുന്നതിനായി ഖഗോളത്തിൽ നാം കാണപ്പെടുന്ന നക്ഷത്രങ്ങൾ ഉൾച്ചേർന്ന ഗണങ്ങളെ ഏകീകരിച്ച് ആവശ്യമില്ലാത്തവയെ കളഞ്ഞു പുതിയ ഗണങ്ങളെ കൂട്ടിച്ചേർത്തുമൊക്കെ കൂടിച്ചേർന്നാണ് 1920കളിൽ ഈ പരിഷ്കരണം നടത്തിയത്. ആ പരിഷ്കരണത്തിന്റെ ഫലമായി ഇന്ന് ഖഗോളത്തിൽ IAU അംഗീകരിച്ച് 88 ഗണങ്ങളുണ്ട്. ഈ പ്രവർത്തനം നടത്താനായിട്ട് ഒരു പ്രത്യേക കമ്മിറ്റിയെ IAU രൂപീകരിക്കുകയാണ്. ആ പ്രവർത്തനം കൊടുത്തത് കമ്മിറ്റി ബെൽജിയംകാരനായ യൂജിൻ ഡെല്ലാപോർട്ടെ എന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം മൊത്തം ഖഗോളത്തിലിരിക്കുന്ന എല്ലാ ബിന്ദുവിനെയും, അതായത് ഓരോ ബിന്ദുവിനെയും ഏതെങ്കിലും ഒരു നക്ഷത്രഗണത്തിന്റെ ഉള്ളിൽ ചേർത്തു. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന 6.5 കാന്തിമാനം വരെയുള്ള നക്ഷത്രങ്ങളെ ഓരോ ഗണത്തിലും ചേർത്താണ് അദ്ദേഹം 88 ഗണങ്ങൾ ഉണ്ടാക്കിയത്. ഉണ്ടാക്കുമ്പോൾ പലതും കെടുത്തി കളഞ്ഞിട്ടുണ്ട്. ദക്ഷിണ ഖഗോളത്തിലെ പുതിയ പല നക്ഷത്രങ്ങളെ യോജിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവസാനം 88 നക്ഷത്രഗണങ്ങൾ ഉണ്ടാകുന്നത്.
അപ്പൊ ഇവിടെ നക്ഷത്രഗണത്തിന്റെ ചിത്രമാണിത്. അതായത് ജെമിനി എന്ന നക്ഷത്രഗണത്തിന്റെ ചിത്രമാണ് വലതുവശത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഗണം ഇവിടെ കാണാം. അതിന് ചുറ്റുമുള്ള ഇതാണ് ഗണം. ഈ ഗണത്തിന് ചുറ്റുമുള്ളത് ഇതാണ് ഇരട്ടകൾ എന്ന രണ്ട് നക്ഷത്രങ്ങൾ, പ്രധാനമായ രണ്ട് നക്ഷത്രങ്ങൾ. ലിങ്സ് എന്ന ഗണം, ഒറിഗ എന്ന ഗണം, തൗരു എന്ന ഗണം, ഒറിയോൺ എന്ന ഗണം, മൊണോസറസ് എന്ന ഗണം, കാനസ് മേജർ എന്ന ഗണം, കാൻസർ എന്ന ഗണം. ഇവയൊക്കെ മധ്യത്തിലാണ് ഈ 514 ചതുരശ്ര ഡിഗ്രി വ്യാപിച്ച് കിടക്കുന്ന ഗണം. 12 ഡിഗ്രി അക്ഷാംശത്തിനും 34 ഡിഗ്രി അക്ഷാംശത്തിനും ഇടക്കും 6 ഡിഗ്രിയും 8 ഡിഗ്രിയും രേഖാംശങ്ങൾക്കും ഇടക്കാണ് ഈ ഗണം ഉള്ളത്. നക്ഷത്രത്തിലെ യഥാർത്ഥത്തിൽ ഈ ഗണത്തെ കാണാൻ ആകാശത്ത് 2 നക്ഷത്രങ്ങൾ അടുത്തടുത്തായി നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ജമിനി. യഥാർത്ഥത്തിൽ മധ്യാകാശത്തിൽ ഈ 2 നക്ഷത്രങ്ങളാണ് അവയെ ഏറ്റവും വലിയ ആകർഷക വസ്തു. മേലെ കാണുന്നതിന് കാസ്റ്റർ എന്നും താഴെ കാണുന്നതിന് പോളക്സും എന്ന പേര്. ഇരട്ടകൾ. AD 1-ാം നൂറ്റാണ്ടിൽ ഉത്തര അയനാന്തം, സമ്മർ സോൾസ്റ്റൈസ്. എന്താണ് സമ്മർ സോൾസ്റ്റൈസ് എന്ന കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പുതിയ കാഴ്ചക്കാർക്ക് അല്ലെങ്കിൽ പുതിയ കേൾവിക്കാർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്. ഭൂമധ്യരേഖയിൽ നിന്നും 23 ഡിഗ്രി അക്ഷാംശത്തിൽ അല്ലെങ്കിൽ ഡെക്ലിനേഷൻ ആംഗിളിലാണ് ഉത്തരായനാന്തം, ഉത്തരഭാഗത്ത്. ഭൂമധ്യരേഖയിൽ നിന്നും അല്ലെങ്കിൽ ഖഗോള മധ്യരേഖയിൽ നിന്നും 23 ഡിഗ്രി ദക്ഷിണ ഭാഗത്താണ് ദക്ഷിണായനാന്തം. സൂര്യന്റെ ഖഗോള ചലനത്തിനിടയ്ക്ക് ഏറ്റവും ഉത്തരഭാഗത്തെ കടന്നു പോകുന്ന ആ അക്ഷാംശമാണ് ഉത്തരായനാന്തം. ദക്ഷിണഭാഗത്ത് കടന്നു പോകുന്നത് എത്തുന്നത് ദക്ഷിണായനാന്തം. ഉത്തരായനാന്തത്തിന് സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയും, ദക്ഷിണായനാന്തത്തിന് വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയും. AD 1-ാം നൂറ്റാണ്ടിൽ ഈ രണ്ടും മിഥുന രാശിയിലായി. രണ്ടുമല്ല സമ്മർ സോൾസ്റ്റൈസ്. പുരസരണം കാരണം അത് നീങ്ങിപ്പോയി. 1990-കളായപ്പോഴേക്കും ഈ അയനാന്തം ഇടവൻ രാശിയിലേക്ക് മാറി. 27 നൂറ്റാണ്ടുകൾ വരെയും അത് ഇടവൻ രാശിയിലുണ്ടാവും. അതിന് കാരണം നമ്മൾ ഇതിന്റെ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ അക്ഷത്തിന്റെ പുരസരണം കാരണമാണ് ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ ഗണത്തിലെ 2 പ്രധാന നക്ഷത്രങ്ങളെ കാസ്റ്റർ, പോളക്സ് എന്നിവയെ ഇടതുവശത്ത് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കാണണം. എളുപ്പത്തിൽ ഇവയെ കണ്ടുപിടിക്കാൻ, ഈ ഗണത്തെ കണ്ടുപിടിക്കാൻ ഈ 2 നക്ഷത്രങ്ങളെ ആകാശത്ത് കണ്ടെത്തിയാൽ മതി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന 65 നക്ഷത്രങ്ങൾ ഈ രാശിയിലുണ്ട്, ചെറുതും വലുതുമായിട്ട്. ഏറ്റവും പ്രകാശമേറിയത് പോളക്സും, രണ്ടാമത് കാസ്റ്ററും. പക്ഷേ 1603 പ്രസിദ്ധ വായന നിരീക്ഷകൻ ജോഹാൻ ബെയർ ഇവയുടെ കാന്തിമാനത്തെ സൂക്ഷ്മമായി വിലയിരുത്തിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി കാസ്റ്ററാണ് ഏറ്റവും പ്രകാശമേറിയതെന്ന്. അങ്ങനെ അദ്ദേഹം അൽഫ എന്ന സ്ഥാനം കാസ്റ്ററിന് കൊടുത്തു. രണ്ടാമത്തെ സ്ഥാനം പോളക്സിന് ബീറ്റായിരുന്നു. അങ്ങനെ ഒരു അബദ്ധം അയാൾ അക്കാലത്ത് കാണിച്ചു. പിന്നെ അതിന് മാറ്റം വരുത്തിയില്ല. 52 പ്രകാശവർഷം അകലെയാണ് കാസ്റ്റർ. ഇരട്ട നക്ഷത്രമാണ്. ഒരു സ്പെക്ട്രോസ്കോപ്പിക് ഇരട്ടയാണ്. സ്പെക്ട്രോസ്കോപ്പിക് ഇരട്ട എന്നാൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഒന്നുകൂടി പറയാം. 2 നക്ഷത്രങ്ങൾ ഇരട്ടയുണ്ടെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ ചുറ്റുന്നത് നക്ഷത്രങ്ങൾക്കാണ് പറയുന്നത് സ്പെക്ട്രോസ്കോപ്പിക് ഇരട്ട. അവയുടെ യഥാർത്ഥത്തിൽ അവയുടെ കാന്തിമാനം കണ്ടെടുക്കാൻ നേരിട്ട് നോക്കിയാൽ മനസ്സിലാവില്ല. അത് ഏക മാർഗം അവയുടെ സ്പെക്ട്രോസ്കോപ്പ് എടുക്കലാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് ഇവയുടെ കാന്തിമാനം വളരെ കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയും. ഇതിന്റെ കാന്തിമാനം 1.9 സെക്കൻഡറിയുടേത് 3 രണ്ടും ചേർന്നിട്ട് 1.6 അതായത് ഭൂമിയിൽ നോക്കുമ്പോൾ
ഇതിന്റെ കാന്തിമാനം 1.6 ആകും. യഥാർത്ഥ കാന്തിമാനമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് മറ്റൊന്നിനെ ചുറ്റുന്നത് കൊണ്ട് പീരീഡ് 470 വർഷമാണ് ഒരു പ്രാവശ്യം ചുറ്റി വരാൻ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബീറ്റ ജെമിനിയാണ് പോളക്സ്. ഇവിടെ ഇത് ആൽഫ ജെമിനി. കാന്തിമാനം 1.14, ദൂരം 34 പ്രകാശ വർഷം. ഇതിലൊരു നക്ഷത്രത്തിന് HD 50554 എന്ന നക്ഷത്രത്തിന് ഒരു എക്സോ പ്ലാനറ്റ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. ഗാമ ജെമിനി അല്ലെങ്കിൽ അൽ ഹേന എന്ന പേരുള്ള നീലനിറമുള്ള നക്ഷത്രം, അതാണിത്. കാന്തിമാനം 1.9 ദൂരം 105 പ്രകാശ വർഷം അകലെയാണ്. ഡെൽറ്റ ജെമിനി ആകട്ടെ ഇരട്ടയാണ്. ഇതാണ് ഡെൽറ്റ ജെമിനി, 59 പ്രകാശ വർഷം അകലെ. അതിന് പ്രൈമറി 3.5 കാന്തിമാനം, സെക്കൻഡറി നിറം ഓറഞ്ചാണ്, കാന്തിമാനം 8.2. പീരീഡ് 1000 ദിവസങ്ങളാണ്. പിന്നെ അത് എപ്സിലോൺ ജെമിനിയാണ്, മെപ്സുത. ഇതാണ് മെപ്സുത, ഇരട്ടയാണത്. പ്രൈമറി ഒരു സഫീദ് ചരമാണ്, അതായത് കൂടിയ പ്രകാശവും കുറഞ്ഞ പ്രകാശവും ഉണ്ടാവും. 4.2 പ്രകാശത്തിൽ നിന്നും അത് കൂടി 3.6 വരും. പീരീഡ് 10.2 ദിവസം. നിറം മഞ്ഞ, അതിഭീമനാണ്. ദൂരം 1200 പ്രകാശ വർഷം. സൂര്യഭാരത്തിന്റെ 2,20,000 ഇരട്ടി പ്രകാശമുണ്ട് ഇതിന്. സെക്കൻഡറിയുടെ കാന്തിമാനം 7.6. പിന്നീട് അതിൽ കുറഞ്ഞതാണ് ഈറ്റ ജെമിനി. പ്രോപ്പസ് എന്നാണ് പേര്. ഇരട്ടയാണ്, ഒന്ന് ചേര നക്ഷത്രമാണ് അതിൻ്റെ. പ്രോപ്പസ് ഏതാണ്? പ്രോപ്പസ് പ്രൈമറി ചുവപ്പ് ഭീമനാണ്. പീരീഡ് 238 ദിവസം. കാന്തിമാനം 3.9 നിന്നും 3.1 കൂടുന്നു. സെക്കൻഡറി കാന്തിമാനം 6. കപ്പ ജെമിനി ചുവപ്പ് ഭീമനാണ്. ദൂരം 143 പ്രകാശ വർഷം. പ്രൈമറിയുടെ നിറം മഞ്ഞ. കാന്തിമാനം 3.6. സെക്കൻഡറിയുടെ കാന്തിമാനം 8. ജെമിനിയുടെ ചുവപ്പ് നക്ഷത്രമാണ്. ദൂരം 230 പ്രകാശ വർഷം. ജെമിനി ആകട്ടെ ഇരട്ടയാണ്. പ്രൈമറി നീല ഭീമനാണ്. കാന്തിമാനം 4.1, ദൂരം 650 പ്രകാശ വർഷം. സെക്കൻഡറിയുടേത് കാന്തിമാനം 8. അങ്ങനെയാണ്. ബാക്കി നക്ഷത്രങ്ങളൊക്കെ വളരെ ചെറിയ നക്ഷത്രങ്ങളാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ അവ പരാമർശ വിധേയമാക്കുന്നില്ല. ഇത് നമ്മൾ വിദൂര വസ്തുക്കളിലേക്ക് പോവുകയാണ്. ഈ ഗണത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ നെബൂല, എസ്കിമോ നെബൂല എന്നാണ് അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. NGC 2392. ഇനി ധാരാളം വേറെയും പേരുകളുണ്ട്. ക്ലൗൺ നെബൂല എന്ന് പറയും, ലയോൺ നെബൂല എന്ന് പറയും. മാത്രമല്ല ഇതിന് വേറൊരു നമ്പറും കൂടിയുണ്ട്. കാൾഡ്വെൽ എന്ന ഒരു നിരീക്ഷകൻ ഈ നെബൂലക്ക് മറ്റൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, കാൾഡ്വെൽ 39. ഒരു ബൈപ്പോളാർ നെബൂലയാണ്. എന്താ ഈ ബൈപ്പോളാർ നെബൂല? ഈ നെബൂലയുടെ മധ്യത്തിൽ ഒരു നക്ഷത്രമുണ്ട്. ഇതാ ഇവിടെ കാണാം. ആ നക്ഷത്രത്തിന്റെ ഇരുവശങ്ങളിലേക്ക് 2 തൊങ്ങലുകൾ പോലെ കാണാം. ഈ തൊങ്ങലുകൾ 1887 വില്യം ഹെർഷലാണ് കണ്ടെത്തിയത്. മധ്യ നക്ഷത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാതകം തീവ്രമായ കാറ്റുകൊണ്ട് ഇരുവശത്തേക്കും ചീറിയെടുക്കുകയാണ്. നക്ഷത്രങ്ങൾ ദൂരം 1500 പ്രകാശ വർഷമാണ്. ഒരു വശം ഇതാ, മറ്റൊരു വശം ഇത്, 2 വശം. അങ്ങനെയാണ് ഇതിന്റെ രൂപം.
മെഡൂസ നെബൂല എന്ന വലിയൊരു നെബൂലയുണ്ട്. പ്രകാശം വളരെ കുറവാണ്. വളരെ വലുതായതുകൊണ്ടായിരിക്കാം 1955 ജോർജ് ഏബിളാണ് കണ്ടുപിടിച്ചത്. നേരത്തെ പറഞ്ഞ ഏബിൾ, അദ്ദേഹം കൊടുത്ത നമ്പർ ഏബിൾ 21 എന്നാണ്. മധ്യത്തിൽ PG1159 എന്നൊരു നക്ഷത്രമുണ്ട്. വളരെ വലിയ ഒരു പ്ലാനറ്ററി നെബൂല ആയതിനാൽ കാന്തിമാനം വളരെ കുറവാണ്. NGC 21-29 മനോഹരമായൊരു കാഴ്ചയാണ്. ഇത്തരം കാഴ്ചകൾ ആകാശത്ത് നിരവധിയുണ്ട്. ഭൂമിയിൽ കാണുന്നതിനേക്കാൾ അതിമനോഹരമായ പ്രകൃതി ഒരുക്കിയ ദൃശ്യ വിരുന്ന് ആകാശത്തുണ്ട്. നല്ലൊരു വാനനിരീക്ഷകനായി നല്ല ഒരു ടെലിസ്കോപ്പും ഉണ്ടെങ്കിൽ കാണുന്ന കാഴ്ചയെ ഭൂമിയിൽ എവിടെയും നിങ്ങൾ കിട്ടില്ല. അത്ര മനോഹരമാണ് പ്രപഞ്ചം. NGC 21-29 ഒരു തുറന്ന നക്ഷത്രവൃന്ദമാണ്. 7200 പ്രകാശവർഷം അകലെ 2.5 ആർക്ക് മിനിറ്റ് വലുപ്പത്തിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ആകാശത്തല്ല ദൂരം. 1784 വില്യം ഹെർഷലാണ് ഇത് കണ്ടുപിടിച്ചത്. ഇതിലെ 2 പ്രധാന നക്ഷത്രങ്ങൾ HD 250-289 HD 250-290. ഇവ രണ്ടും ബൈനറി ആവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപക്ഷെ ഏറെക്കാലം ചെല്ലുമ്പോഴേക്കും ഇവ രണ്ടും ഒന്നിച്ചു ചേർന്ന് ഒറ്റ നക്ഷത്രമായി മാറും. പക്ഷെ അവ ബൈനറി ആയിരിക്കും. 2010 ഇവയെ ചന്ദ്രൻ ഉപഗൂഹനം ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ചന്ദ്രൻ ഉപഗൂഹനം ചെയ്യുന്നത്? ചന്ദ്രന്റെ വഴിയിലാണ് ഇവ രണ്ടും. കാരണം ജെമിനി എന്ന രാശി അല്ലെങ്കിൽ മിഥുനം എന്ന രാശി നമ്മുടെ ക്രാന്തിവൃത്തത്തിനടക്കാണല്ലോ, ഉള്ളിലാണല്ലോ. ചന്ദ്രന്റെ സഞ്ചാരം ക്രാന്തിവൃത്തത്തിൽ കൂടിയാണ്. സ്വാഭാവികമായും ചന്ദ്രൻ അതിനെ ഉപഗൂഹനം ചെയ്യും. പക്ഷേ ഇവിടെ ഉപഗൂഹം എന്ന് പറഞ്ഞാൽ എന്താ? ഉപഗൂഹം എന്ന് പറഞ്ഞാൽ ആകാശത്തുള്ള 2 വസ്തുക്കൾ, അതായത് ഒന്ന് വലുതും ഒന്ന് ചെറുതും. വലിയ വസ്തു ചെറിയ വസ്തുവിനെ മറയ്ക്കുന്ന ആ പരിപാടിക്ക് അവർന്ന് ഉപഗൂഹനം. ചെറിയ വസ്തു വലിയ വസ്തുവിനെ മറക്കുമ്പോഴോ അതാണ് ഗ്രഹണമായി തീരുന്നത്. സൂര്യഗ്രഹണം. ചന്ദ്രൻ സൂര്യനെ മറക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സംശയം ഉന്നയിക്കാം, ഇവ നക്ഷത്രമല്ലേ, അവയല്ലേ വലുത്? അതെ. പക്ഷേ കാഴ്ചക്കാരൻ അവ നക്ഷത്രമാണെങ്കിലും കാഴ്ചക്കാരന്റെ കണ്ണിൽ നിന്നും അത് വളരെ വിദൂരത്തിലാണ്. അതുകൊണ്ട് തന്നെ അവ ചന്ദ്രനേക്കാളും എത്രയോ ചെറുതായിരിക്കും. അവയ്ക്ക് മുന്നോട്ട് ചന്ദ്രൻ കടന്നു പോവുക. അതാണ് ചന്ദ്രൻ ഉപഗൂഹനം ചെയ്യുക എന്ന് പറഞ്ഞത്. 2029 വീണ്ടും സംഭവിക്കും. ഇനി 4 കൊല്ലം കൊണ്ട്. NGC 2266 മറ്റൊരു തുറന്ന നെബൂലയാണ്, അതായത് തുറന്ന വൃന്ദം. ഈ തുറന്ന വൃന്ദവും ഭംഗിയതാണെങ്കിലും കാന്തിമാനം 9 കാണാൻ പ്രയാസമായിരിക്കും. ഒരു ടെലിസ്കോപ്പ് വേണ്ടി വരും കാണണമെങ്കിൽ. 5 ആർക്ക് മിനിറ്റ് വലുപ്പമാണ്. 1785 ഡിസംബർ മാസം ഹെർഷൽ തന്നെ കണ്ടുപിടിച്ചതാണ്. ഈ വൃന്ദം ഗാലക്സി കേന്ദ്രത്തിന് നേരെ എതിർവശത്താണ്. 10603 പ്രകാശവർഷം ദൂരത്തിലാണ് ഈ വൃന്ദമുള്ളത്. ഹയാഡസ്, പ്രിസപ്റ്റെ എന്നീ 2 വൃന്ദങ്ങളുടെ പ്രായമാണ് ഇവയ്ക്ക്. ഹയാഡസ് നമ്മുടെ ഇടവൻ രാശിയിലാണ്. ഇവയ്ക്ക് 12 ചരനക്ഷത്രങ്ങളെ ഈ വൃന്ദത്തിൽ കാണാം. അതുകൂടാതെ ഒരു നീല സ്റ്റാഗ്ലർ നക്ഷത്രവുമുണ്ട്. എന്താണ് ഈ സ്റ്റാഗ്ലർ നക്ഷത്രം നോക്കണം. മറ്റൊരു തുറന്ന വൃന്ദം 2355 അതല്ലെങ്കിൽ 2356 ആണ്. ഈ വൃന്ദം 5400 പ്രകാശവർഷം അകലെയാണ്. 23 പ്രകാശവർഷം അകലമുള്ള വലിപ്പമുള്ള ഇത് ഗാലക്സിയുടെ തളികാതലത്തിൽ നിന്നും 1100 പ്രകാശവർഷം ഉയരത്തിലാണ്. തളികയിൽ. അതാണ് ഇതിന്റെ പ്രത്യേകത.
ടാഗ്ലർ നക്ഷത്രം എന്നാൽ ഈ വീഡിയോ കാണുക, ഇതൊരു തുറന്ന വൃന്ദമാണ്. ആ തുറന്ന വൃന്ദത്തിലെ ഒട്ടുമിക്കതും നീല നക്ഷത്രങ്ങളാണ്, യുവനക്ഷത്രങ്ങൾ. അതാ ഒരുപാട് നക്ഷത്രങ്ങൾ കൂടിച്ചേർന്ന് ഒരു പുതിയ നക്ഷത്രം ഉണ്ടാവുകയാണ്. വളരെ ഭാരമുള്ള, വളരെയധികം താരതമ്യമുള്ള മറ്റൊരു നക്ഷത്രം. അതിനാണ് പറയുന്നത് ടാഗ്ലർ നക്ഷത്രം. വലതുവശത്തെ വീഡിയോയിൽ കാണുന്നത് അതാണ്. ഇത്തരം നക്ഷത്രങ്ങൾ വൃന്ദത്തിലെ മധ്യത്തിൽ നിരവധി എണ്ണം ഒന്നിച്ചു ചേർന്ന് ആണ് ഉണ്ടാകുന്നത് എന്നർത്ഥം. ഇനി നമുക്ക് ഈ ഗണത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. ഇവിടെ ഇടത് വസ്ത്രം നോക്കണം, ഇരട്ടകളാണ്. മനോഹരമായ രണ്ട് കൊത്തുപണികൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ എന്ന് പറയാം. ഗ്രീക്ക് പ്രതിമകളാണ് രണ്ടും. ഇവയ്ക്കാണ് ജെമിനി എന്ന പേര് കൊടുത്തത്, ഇരട്ട. ബാബിലോണിയക്കാരുടെ കണ്ണിൽ ഇവ രണ്ടും ഒന്നിന് മെസലമാറ്റിയ എന്നും മറ്റൊന്നിന് ലുഗാലിം എന്ന ദൈവങ്ങളാണ്. ജെമിനി ഗണത്തിലെ പ്രധാന നക്ഷത്രങ്ങളായ ഇത് കാസ്റ്ററും, ഈ വലതുവശത്തുള്ള കാസ്റ്ററും ഇടതുവശത്തുള്ളത് പോർക്സ്. ഗ്രീക്ക് പുരാണ പ്രകാരം ഗ്രീക്ക് സങ്കല്പത്തിലുള്ള അർഗോണോട്ട് പിന്നെ ലിഡ എന്നിവരുടെ പുത്രന്മാരാണ് ഇവർ രണ്ടുപേരും. ജെമിനി എന്ന ഗണത്തിന്റെ ആകാശസ്ഥാനമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് നക്ഷത്രങ്ങളാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇത് കാസ്റ്ററും പോളക്സ്, അൽഫയും ബീറ്റയും. അവ കൂടാതെ മറ്റു നക്ഷത്രങ്ങൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ധാരാളം നക്ഷത്രങ്ങളുണ്ട് ഇതിനകത്ത്. ഈ നക്ഷത്രങ്ങളിൽ പ്രധാനമായവ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇവ ആകാശത്ത് ഏതാണ്ട് ഡിസംബർ മാസങ്ങളിലാണ് കിഴക്കേ ഭാഗത്ത് ഉദിച്ചുയരുന്നത്. ഇത് ആകാശത്തിന്റെ കിഴക്ക് ഭാഗമാണ്. ഡിസംബർ മാസം ഏതാണ്ട് 7 മണിയോടുകൂടെ ഇവിടെ തീയതിയും സമയവും നോക്കുക. എല്ലാ ഡിസംബർ മാസങ്ങളിലും ഏതാണ്ട് 7 മണിയോടെയാണ് നമ്മുടെ ജെമിനി അല്ലെങ്കിൽ ഈ മിഥുനം രാശി ഉദിച്ചുയരുന്നത്. മിഥുനം രാശി കഴിഞ്ഞാൽ പിന്നെ കർക്കടകമാണ്. ഇതാണ് കർക്കടകം. അതിനു മുമ്പേ ഉള്ള രാശി ഇവിടെ ഇടവമാണ്, പൗരു, ഇടവൻ രാശി. ഇടവൻ കഴിഞ്ഞാൽ പിന്നെ മിഥുനം. അപ്പോൾ സമയവും ഏത് ഭാഗത്ത് ഈ രാശി ഉദിച്ചുയരും എന്ന് കാണിക്കാനാണ് ഇത് നമ്മൾ ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വിദൂര വസ്തുക്കൾ എന്ന് കാണാം. പ്രധാനപ്പെട്ട വിദൂര വസ്തുക്കളിൽ ഇപ്പോൾ ഈ ഡിസംബർ മാസം ഉദിച്ചുയരുമ്പോൾ ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം എന്ന ഗ്രഹം ഈ രാശിയിലുണ്ട്. ഒരു പ്രധാനപ്പെട്ട വിദൂര വസ്തുവാണ് IC444 എന്ന റിഫ്ലക്ഷൻ നെബുല. പിന്നത്തത് NGC 2331 എന്ന ഒരു ഓപ്പൺ ക്ലസ്റ്ററാണ്. മറ്റൊന്ന് നമ്മളിവിടെ കാണിച്ച കോമറ്റ് ക്ലസ്റ്റർ എന്ന മറ്റൊരു ക്ലസ്റ്റർ, അതാണിത്. കോമറ്റ് ക്ലസ്റ്റർ കാണുകയാണെങ്കിൽ ഇതാ ഇരിക്കും. കുറച്ചു മാത്രം നക്ഷത്രങ്ങൾ അടങ്ങിയ ഒരു തുറന്ന നക്ഷത്ര വൃന്ദം. പിന്നെ നമ്മൾ എസ്കിമോ നെബൂലയാണ് പറഞ്ഞത്. എസ്കിമോ നെബൂലയാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ അവിടെ കണ്ടു. അതാണ് എസ്കിമോ നെബൂല.
അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരുണ്ട്, ക്ലൗഡ് നെബുല എന്നും ലയൺ നെബുല എന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട വിദൂര വസ്തുക്കൾ എസ്കിമോ നെബുലയും മറ്റൊന്ന് നമ്മൾ പറഞ്ഞ പോലെ ഒരു കോമറ്റ് ക്ലസ്റ്റർ നമ്മൾ കണ്ടു. മറ്റൊരു ക്ലസ്റ്റർ ഒരു ആൻഡ് നെബുലയാണ്. അത് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാ ആൻഡ് നെബുലയാണിത്. ആ നെബുല ഇത്രയും സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്നു. ഒരു ഉറുമ്പിന്റെ രൂപമുള്ളതുകൊണ്ടായിരിക്കാം അതിന് ആൻഡ് നെബുല എന്ന പേര് വന്നത്. നമുക്കത് നേരത്തെ പ്രസന്റേഷനിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും വസ്തുക്കളാണ് നമ്മുടെ മിഥുനൻ രാശിയിൽ കാണാനുള്ളത്. നക്ഷത്രങ്ങളെ കണ്ടു, വിദൂര വസ്തുക്കൾ കണ്ടു. അതുകൊണ്ട് ഇവിടെ ഈ പരിപാടി അവസാനിക്കുകയാണ്.